ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ട തിരിച്ചടിയെ തുടർന്ന് പാർട്ടി ഗൗരവമായി ആത്മപരിശോധന നടത്തേണ്ടതുണ്ടെന്ന് മുതിർന്ന നേതാവ് ശശി തരൂർ MP പറഞ്ഞു. പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി പിഴവുകൾ തിരുത്തിയാണ് മുന്നോട്ടു പോകേണ്ടതെന്നും തരൂർ പറഞ്ഞു. ഇത്തരം സാഹചര്യം വീണ്ടും ആവർത്തിക്കരുതെന്ന് പറഞ്ഞ തരൂർ ബീഹാറിൽ നേരിട്ടുപോയി പ്രചരണത്തിൽ പങ്കെടുത്തവർ കാരണം പറയട്ടെ എന്നും പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെയാണ് തരൂർ ഉന്നം വെച്ചതെന്ന് കാണാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് ഫലം ഇത്രയും മോശമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് തിരിച്ചടി തന്നെയാണ്. ഇങ്ങനെ വേറെ എവിടെയും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നും അടുത്ത വർഷം 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തെറ്റുകൾ തിരുത്തണമെന്നും തരൂർ പറഞ്ഞു. ആ വീഡിയോ കാണാം. നോക്കൂ, ഈ വിഷയത്തെക്കുറിച്ച് പാർട്ടിക്ക് പഠിക്കണം എന്നൊരു സംശയമില്ല. നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ഈ പരാജയം എന്ന് നമുക്ക് പാഠം പഠിക്കണം എന്നൊരു സംശയമില്ല. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്, എങ്ങനെയാണിത് സംഭവിച്ചത്, എന്തായിരുന്നു കാരണങ്ങൾ, നമ്മളുടെ സന്ദേശത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ നേതൃത്വത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ സ്ഥാനാർത്ഥികളുടെ സെലക്ഷനായിരുന്നു കുഴപ്പം, ഇതെല്ലാം കണ്ടുപിടിച്ച് അറിയണ്ടേ. ആ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ സാധിക്കണം. അത് പാർട്ടി എന്നെ പഠിച്ച് മനസ്സിലാക്കണം എന്നൊരു സംശയമില്ല. രണ്ടാമത് എന്നെ പ്രചരണത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ലോക്കൽ ഗ്രൗണ്ട് ലെവൽ അറിവില്ല. അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കേണ്ടതേ തെറ്റാണ്. ഞാൻ അവിടെ കണ്ടിട്ടില്ല അവിടുത്തെ പ്രചരണം, എന്നെ ക്ഷണിച്ചില്ല. അതിന് ഞാൻ കേട്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കും. കേട്ടിരിക്കുന്നത് ഈ പരാജയത്തെക്കുറിച്ച് പല ജേർണലിസ്റ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ സംഭവിക്കാൻ പോകേണ്ടതെന്ന്. ഇത്ര മോശമാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങൾക്കൊരു ഒരു ഒരു തിരിച്ചടി തന്നെയാണ്. നമ്മൾക്ക് അതിനെക്കുറിച്ച് നല്ലോണം ചിന്തിക്കണം. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ വീണ്ടും വേറെ എവിടെയും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രവർത്തിക്കേണ്ടത്. അടുത്ത വർഷം 5 സംസ്ഥാനമുണ്ട്. അതിലത്തെ 2 നമുക്ക് പ്രധാനപ്പെട്ട റോൾ ഉണ്ടാവണം, കേരളത്തിലും ആസാമിലും. വേറെ 3 നമുക്ക് ഒരുമാതിരി ഒരു വേറൊരു പാർട്ടിയോടൊപ്പം ബീഹാറിൽ ചെയ്ത പോലെ നമുക്കൊരു റോളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ചെയ്തത്, എന്താ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അല്ലെങ്കിൽ 5 ഇലക്ഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവസാനത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ബീഹാറിൽ നമ്മളായിരുന്നില്ല ഞങ്ങളുടെ ഈ മുന്നണിയിലത്തെ മെയിൻ പാർട്ടി വേറൊരു പാർട്ടിയാണ്. അവർക്കും ചില ഇൻട്രോസ്പെക്ഷൻ ചെയ്യാനുള്ള സമയമായി. അവർക്കും ചില തീരുമാനങ്ങൾ എടുക്കണം, എന്ത് പറ്റി അവർക്ക് എന്ന്. കാരണം അവരുടെ ചരിത്രത്തിലും ഒരു വലിയൊരു വീഴ്ചയാണ്. ഇത്ര മോശമായിട്ട് അവരുടെ പാർട്ടി മുമ്പ് ചെയ്തിട്ടില്ല. ഇതെല്ലാം നോക്കിയിട്ട് അവസാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷേ അതിന് സമയം ഇന്നലെ ആയിട്ടുള്ള റിസൾട്ട് ഇനി വരട്ടെ. പാർട്ടി ഇതിനെയൊക്കെ പഠിച്ച് മനസ്സിലാക്കട്ടെ. ഇതിൽ ഇപ്പോൾ SIR-ഉം അതുപോലെ തന്നെ വോട്ട് ചോരി എന്നുള്ള ആരോപണമൊക്കെയാണ് ബീഹാറിൽ വലിയൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തിക്കാട്ടിയത്. രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക യാത്രയൊക്കെ അവിടെ നടത്തിയിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. അതിനൊരു പിഴവുണ്ടായോ? SIR ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊരു ഒരു കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പാർട്ടിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞവരെന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. അവർക്ക് അവരുടെ അഭിപ്രായമുണ്ടെങ്കിൽ അത് അടിസ്ഥാനത്തിൻ്റെ ഒരു ബേസിസ് അവർ പറയട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു, ഇതിൽ ഞാൻ വലിയ ഇൻവോൾവ് ആയിരുന്നില്ല. നിങ്ങൾ എന്നെ ഇതിനെക്കുറിച്ച് പിടിക്കണതിൽ വലിയ അർത്ഥമില്ല. കാരണം എൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യത്തിൽ കുറച്ച് ദൂരത്തിനേ വന്നിട്ടുള്ളൂ. അത് തെറ്റാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഒരു വിമർശനമേ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ മുമ്പ് കാര്യം പറഞ്ഞതാണ്. നമ്മുടെ സാമൂഹ്യത്തിൻ്റെ അകത്ത് ഈ ഓരോരോ കുടുംബത്തിൻ്റെ അകത്ത് ചില നേതൃത്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാർട്ടി ഞാൻ എൻ്റെ ആർട്ടിക്കിളിൽ എൻ്റെ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, എല്ലാ പാർട്ടികളെയും ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പല ഉദാഹരണങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമാണ്. നമ്മുടെ സാമൂഹ്യത്തിൻ്റെ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യം നടക്കുന്നത്. ഒരു ആക്ടറിൻ്റെ മകൻ ഒരു ആക്ടർ ആവുന്നുണ്ട്, ഡെൻറ്റിസ്റ്റിൻ്റെ മകൻ ഡെൻറ്റിസ്റ്റ് ആവുന്നുണ്ട്, അതുപോലെ രാഷ്ട്രീയക്കാരൻ്റെ മകനും രാഷ്ട്രീയക്കാരനാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ മതിയോ? നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യം ഞാൻ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്. 2017 രാഹുൽ ഗാന്ധി ബർക്ക്ലിയിൽ പ്രസംഗിച്ചൊരു കാര്യമാണത്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇതിൽ വലിയൊരു അതിശയം തോന്നിയത്, എന്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത്. ചിലർക്ക് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇത് വലിയൊരു അത് ശരി. എന്നെ രാജിവെക്കാൻ എല്ലാവരും ആഗ്രഹിക്കട്ടെ, ഞാൻ നോക്കാം. ഇനി വേറെ എന്താണ്? എന്നാൽ ഞാൻ 16-17 വർഷമായിട്ട് ഈ പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുന്നു. ഒരേ കുടുംബത്തിൻ്റെ നേതൃത്വം തന്നെ. അത് അറിഞ്ഞിട്ടല്ലേ ഞാൻ പാർട്ടി കയറിയത്. ഞാൻ ആ കുടുംബത്തിനെതിരെല്ലാം എഴുതിയിരിക്കണം. അതാണ് പറയാൻ നിങ്ങളൊരു തെറ്റിദ്ധാരണ. ആർട്ടിക്കിൾ ശരിക്കും വായിച്ച് നോക്കൂ. അതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ആയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കും? എന്താ 17 വർഷമായിട്ട് അവരും പ്രവർത്തിച്ച ശേഷം അവരെൻ്റെ പറഞ്ഞ് രാജിവെക്കും? അതിൽ അർത്ഥമുണ്ടോ? എനിക്ക് രാജിവെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സമയം വന്നാൽ നിങ്ങൾക്കൊക്കെ അറിയും. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തി എന്തോ ശരിക്കും വായിക്കാതെ കാണാതെ കേൾക്കാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനുവേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് രാജിവെക്കാൻ ആവശ്യം.
നേതാവായിട്ട് നിരന്തരം ശശി തരൂർ വടക്കിലാണ്. അയ്യോ, അങ്ങനെയൊക്കെ നിങ്ങൾ തോന്നുമായിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഇന്നാളും കൂടി അവരെ കണ്ടിട്ട് വന്നല്ലേ ഒരു മീറ്റിങ്ങിൽ, അതൊന്നും പ്രശ്നമില്ല. വേറെ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ 3 വാർഡ് കമ്മിറ്റി 3 സ്ഥാനാർത്ഥികളെ കാണാൻ ഇറങ്ങുകയാണ്. ഒരു സ്ഥാനാർത്ഥിയെ ഞാനിപ്പോൾ ഇവിടെ സ്വീകരിച്ച് കഴിഞ്ഞു. നമുക്ക് ഇലക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ നിന്നിട്ട് വെറുതെ ഒരു കോമൻട്രി അടിച്ചിട്ട് പോരാ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ അത് ആൾക്കാരൊക്കെ നിൽക്കുകയാണ്, അവരൊക്കെ 3 സ്ഥാനാർത്ഥികൾ എന്നെ ഓരോരോ ജംഗ്ഷനിൽ കാത്തിരിക്കുന്നു. ഒന്ന് ഇറങ്ങട്ടെ. കൊഴുത്തിക്കാട് ജംഗ്ഷൻ നിങ്ങൾ തന്നെ വന്നോളൂ, കൊഴുത്തിക്കാട് വലിയ ദൂരമില്ല, ഇവിടെ അടുത്ത് വന്ന് കണ്ടോ. സ്ഥിരമൊന്നും ഉണ്ടാവില്ല, പാർലമെൻറ്റ് വരാൻ പോകുന്ന എനിക്ക് വേറെ ചടങ്ങുകളുണ്ട്. ഉള്ളപ്പോൾ എൻ്റെ എല്ലാ പിന്തുണയും എൻ്റെ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികൾക്കുണ്ട്. അല്ല, ഇത് നോക്കൂ, നമ്മൾക്ക് ഒരു കാര്യം അറിയണം, ഇത് കുറച്ച് വൈകിപ്പോയി. കോർപ്പറേഷൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി നേരത്തെ ആരംഭിക്കാമെന്ന് പലവരും അഭിപ്രായമുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഈ ബാക്കിയുള്ള സമയമെങ്കിൽ നന്നായി ഉപയോഗിക്കട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹം. കേട്ടോ, ചില നല്ല സ്ഥാനാർത്ഥികളുണ്ട്. ഞാൻ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ എന്നെ നേരിട്ട് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇറങ്ങുന്നു, അത്രേ ഞാൻ പറയുന്നുള്ളൂ ഈ സമയത്ത്. പക്ഷേ പലവരും നല്ല സ്ഥാനാർത്ഥികളാണ്. കോൺഗ്രസ് പാർട്ടിയിൽ കഴിവുള്ളവരുണ്ടെന്ന് ആർക്കും ഒരു സംശയം വേണ്ട. നല്ല, പ്രത്യേകിച്ച് നമ്മുടെ യുവ സ്ഥാനാർത്ഥികൾ ഈ തവണ നല്ലോണം യുവ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് കഴിവുണ്ട്. ചില പുതുമുഖങ്ങൾ പിന്നെ ആൾക്കാർക്ക് പരിചയം കിട്ടാനുള്ള സമയമുണ്ടോയെന്ന് മാത്രമാണ് ഒരു സംശയം. അല്ലെങ്കിൽ അവരുടെ കഴിവിനെ കുറിച്ച് ഒരു സംശയം വേണ്ട. ശബരി ഒരു എക്സാമ്പിൾ, നമ്മൾ ജയിച്ചാൽ അധികം തന്നെ നമ്മൾ മേയർ സ്ഥാനാർത്ഥിക്ക് ഒരു സംശയമില്ല. എല്ലാ വിളിച്ച സ്ഥാനാർത്ഥികളുടെ അടുത്തേക്കേ പോകുന്നുള്ളൂ. അല്ല, പ്രചരണം എനിക്കൊരു ചുമതല വിഷയം. പ്രചരണത്തിൽ ഞാൻ ഇറങ്ങാൻ പോകുന്നു. 2-3 വാർഡ് കമ്മിറ്റി ഓഫീസ് തുറക്കട്ടെ, കാണാം കേട്ടോ.